ഹായ് ഒരുവൺ, നമ്മൾ ചിന്തിക്കുന്നത് ജെനസിസ് ചാപ്റ്റർ 43 ആണ്. ഉൽപ്പത്തി 43 അധ്യായം. അവിടെ ബെഞ്ചമിനും യോസേഫും തമ്മിൽ മീറ്റ് ചെയ്യുന്നത് നമുക്കവിടെ കാണുവാൻ സാധിക്കും. ശിമയോൻ ആ സമയത്ത് അവിടെ പ്രിസണിൽ കിടക്കുകയാണ്, ഈജിപ്ത് പ്രിസണിൽ കിടക്കേണ്ട. ബാക്കി എല്ലാവരും അവര് യാക്കോബിൻ്റെ അടുക്കിലേക്ക് അവർ ധാന്യങ്ങളുമായിട്ടൊക്കെ പോയി. പിന്നീട് അവർ വിചാരിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും എല്ലാം സോൾവ് ആകും, ഒരു ഫാമിനൊക്കെ കഴിയും, അത് കഴിയുമ്പോൾ പിന്നെ അവർക്ക് ആഹാരം പിന്നീട് അന്വേഷിക്കേണ്ടി വരില്ല എന്നൊരു വിചാരത്തിലായിരുന്നു അവരവിടെ ഇരുന്നത്. പക്ഷേ അവിടെ സംഭവിച്ചത് ആ ക്ഷാമം അവസാനിച്ചില്ല. ക്ഷാമം പിന്നെ മുൻപോട്ട് പോകുന്ന ഒരവസ്ഥയാണ് അവിടെ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ അവർക്ക് പിന്നെയും ധാന്യം വാങ്ങിക്കുവാനായിട്ട് ഈജിപ്തിൽ വരേണ്ടി വന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ യോസേഫ് പറഞ്ഞത് അവരുടെ ഇളയതായിട്ടുള്ള അനിയനെയും കൂടെ കൊണ്ടുവരണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ബെഞ്ചമിനെയും കൊണ്ട് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ യാക്കോബാണെങ്കിൽ മനസ്സോടെ ഒടുവിൽ ബെഞ്ചമിനെയും കൊണ്ടുപോകുവാനായിട്ട് അനുവാദം കൊടുത്തു. അങ്ങനെ ബെഞ്ചമിനെയും കൊണ്ട് അവിടെ യോസേഫിൻ്റെ അടുക്കിലേക്ക് അവിടെ ചെല്ലുന്ന നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ബെഞ്ചമിനെ കണ്ടപ്പോൾ യോസേഫിന് ഒരുപാട് സങ്കടമായി. താൻ അവിടെ മാറിയ മുറിയിലിട്ട് പോയി കരയുകയായിരുന്നു താൻ ചെയ്തത്. കാരണം നമ്മൾ ചിന്തിക്കുമ്പോൾ ബെഞ്ചമിൻ ഒരു പക്ഷേ തീരെ കുഞ്ഞായിരുന്നപ്പോഴായിരിക്കും യോസേഫിനെ അവിടെ നിന്നും അവർ വിറ്റ് കളഞ്ഞത്. അപ്പോൾ തൻ്റെ അനിയനെ താൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് താൻ അവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര വേദന തൻ്റെ ഉള്ളിൽ വന്നു. താൻ അവിടെ മാറി നിന്ന് കരഞ്ഞിട്ട് താൻ പിന്നീട് വന്നിട്ട് അവരുടെ കൂടെ ആഹാരത്തിന് ഇരിക്കുന്നതായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പോൾ അത് യോസേഫിന് ആ ഒരു വേദന ഉണ്ടായിരുന്നു എങ്കിൽ കൂടി യോസേഫിന് അറിയാതെ ദൈവത്തിന് ഹിതമായിരുന്നു ഇതിങ്ങനെ നടക്കണം, ഇങ്ങനെ കാര്യങ്ങൾ സംഭവിക്കണം എന്നുള്ളത്. എന്നിട്ട് യോസേഫിന് സഹോദരന്മാരുടെ കൂടെ ആഹാരത്തിന് ഇരിക്കുന്നതായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട്. ഈ ബെഞ്ചമിൻ വന്നപ്പോഴും ശിമയോനെയും അവിടെ നിന്ന് ജയിലിൽ നിന്നും പുറത്തിറക്കുന്നു. അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് സന്തോഷിച്ച് അവർ ആഹാരം കഴിക്കുന്നതായിട്ട് അതുകൊണ്ടാണ് അവിടെ അവസാനിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിലും പല കാര്യങ്ങളും സംഭവിക്കും. നമ്മൾക്ക് ദുഃഖങ്ങളുള്ള പല അനുഭവങ്ങളും വരും. പക്ഷെ അതൊക്കെയും ദൈവത്തിൻ്റെ ഹിതത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾക്ക് ദൈവത്തിൻ്റെ ഹിതത്തിൽ വലിയൊരു പ്ലാനുണ്ട്. പ്ലാനിൽ ചിലപ്പോൾ ഇതുപോലെ ആ ഒരു ദുഃഖങ്ങളൊക്കെ ചിലപ്പോൾ ഒന്ന് ഫേസ് ചെയ്യേണ്ടത്. അതാണ് ജോസഫിന് സംഭവിച്ചത്. താൻ ചെറിയ പ്രായത്തിൽ തനിക്ക് പേരൻസിൻ്റെ അടുത്ത് നിന്ന് തനിക്ക് വിട്ടുമാറേണ്ടി വന്നു. താൻ തെറ്റിയാതെ താൻ ജയിലിൽ കിടക്കേണ്ടി വന്നു. തൻ്റെ സഹോദരന്മാരെ കണ്ടപ്പോഴും എനിക്ക് ഒരുപാട് ദുഃഖം വന്നു. അവർ മിസ് ചെയ്തതിനൊത്ത് അവരുടെ ദേഷ്യമൊന്നുമല്ല, പകരം അവർ മിസ് ചെയ്യുന്നതിൻ്റെ രീതിയിലുള്ള ദുഃഖമാണ്. പ്രത്യേകിച്ച് ബെഞ്ചമിനെ കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ ബെഞ്ചമിൻ തീരെ ചെറുതായിരുന്നു. താൻ അവിടെ നിന്ന് അവർ വിറ്റ് കളഞ്ഞപ്പോൾ. അപ്പം ആ ബെഞ്ചമിനെ വെച്ച് വളർന്നൊക്കെ ഇരിക്കുന്നത് കണ്ടപ്പോൾ, വളർന്ന് ഇച്ചിരി ഒരു വ്യക്തിയായിട്ടിരിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ അത് യോസേഫിന് ഒരുപാട് മനസ്സിനുള്ളിൽ വേദന വന്നു. പക്ഷേ ഇതിലൂടെ എല്ലാം യോസേഫ് കടന്നു പോയി. അതിനുള്ളിൽ പിന്നെ ദൈവത്തിന് ഉദ്ദേശം ഉണ്ടായിരുന്നു. അവിടെ യോസേഫിനെ അവിടുത്തെ ഒരു വലിയ ആളാക്കണം. യോസേഫിലൂടെ തൻ്റെ കുടുംബത്തിന് അവർക്കൊരു റിഡംഷൻ യോസേഫിലൂടെ ഉണ്ടാകണം എന്നുള്ളൊരു കാര്യം ദൈവം പ്ലാൻ ചെയ്തു. യോസേഫിനെ വലുതാക്കണം. തൻ്റെ മറ്റ് ബ്രദേഴ്സിനെ ചേർക്കുമ്പോൾ യോസേഫിനെ വലുതാക്കുകയാണ് ദൈവം അവിടെ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ പല എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുവാനായിട്ട് ദൈവത്തിൻ്റെ ആ ഒരു പ്ലാൻ നിറവേറാനായിട്ട് നമുക്കും പല അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. പക്ഷെ നമ്മൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു കാര്യം നമുക്കിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമത്തിൽ